ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തേർഡ് പാർട്ടി റിമൂവലിനും വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സും ഏഞ്ചൽ നമ്പേഴ്സുമാണ്. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ജൂലൈ മാസം 5-ാം തീയതി ഞാൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയും രാത്രി 7 മണി മുതൽ 8 മണി വരെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സസ് ടൈം എന്ന് പറയുന്നത്. ഇതിനകത്ത് മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അഫർമേഷൻസ്, ധാരാളം മിറാക്കിൾ പ്രാക്ടീസുകൾ, അതുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഇതെല്ലാം ചാൻഡ് ചെയ്യിക്കും കേട്ടോ. അതുപോലെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, വിഷൻ ബോർഡ് സെറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ദാമ്പത്യ ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പം ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ സന്തോഷകരമായിട്ടുള്ള ജീവിതം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. പലരും എന്താണ് ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് അതിനെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വഴക്കുണ്ട്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ്, പ്രാർത്ഥിക്കുന്നതും അതായിരിക്കും, ഈശ്വര സന്തോഷകരമായിട്ടൊരു ജീവിതം നൽകണേന്ന്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ വഴക്കിട്ടതും ബഹളം വയ്ക്കുന്നതും നിങ്ങളോട് പറഞ്ഞ വാക്കുകളും അതിനെ ഇങ്ങനെ കീറി മുറിച്ച് അതിനെ ഓരോ നിമിഷവും വേദനിക്കുക, ഇങ്ങനെയുള്ള നെഗറ്റീവിനെയാണ് നിങ്ങൾ ചിന്തിച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതല്ലേ മാനിഫെസ്റ്റ് ആകുക. നമ്മൾ എന്താണോ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ക്യാൻസൽ, ഡിലീറ്റ് പറയുക. എന്നിട്ട് എന്താണോ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ, സന്തോഷത്തോടു കൂടിയുള്ള സംസാരം, നല്ല കെയറിങ്, എന്താണ് വാക്കുകളിൽ സ്നേഹം, പ്രവൃത്തിയിൽ സ്നേഹം, സംരക്ഷണം, നല്ല ഉത്തരവാദിത്വം. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ കുറിച്ചിട്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. തിരിച്ചാണെങ്കിലും ഇപ്പം വൈഫാണെങ്കിൽ ഹസ്ബൻഡിൽ നിന്നും എങ്ങനൊരു ഹസ്ബൻഡിനെയാണ് ഒരു ആഗ്രഹം, ഏത് തരത്തിലുള്ള സ്നേഹമാണ്. ഇപ്പോൾ യാത്രകൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നല്ല സമ്മാനങ്ങൾ വാങ്ങിത്തരണം, അല്ലെങ്കിൽ നല്ല കെയറിങ് ആയിരിക്കണം, പറയുന്നതൊക്കെ ക്ഷമയോടുകൂടി കേൾക്കണം. ഇപ്പം അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ദേഷ്യപ്പെടുന്ന ഹസ്ബൻഡിൻ്റെ മുഖമായിരിക്കും എപ്പോഴും കാണുക. അപ്പോൾ ആ ദേഷ്യം ഒരിക്കലും കുറയില്ല, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കുക, കണ്ണുകളിൽ നല്ല സ്നേഹമുള്ള, ക്ഷമയുള്ള നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മുഖം, അല്ലെങ്കിൽ കണ്ണുകളിൽ നല്ല സ്നേഹമുള്ള നിങ്ങളുടെ വൈഫിൻ്റെ മുഖം, എല്ലാത്തിനും ഇങ്ങനെ മറുപടിയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങളപ്പോൾ എന്ത് ചിന്തിക്കുക, വളരെ കണ്ണുകളിൽ നല്ല സ്നേഹവും ക്ഷമയും ഉള്ള നല്ല ഭാര്യയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ വൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കാതിരിക്കുക. ആവശ്യമുള്ള നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക. അങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറും. അത് നിങ്ങൾ എഴുതിയും കൂടെ വയ്ക്കുക. എന്താണ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ സന്തോഷകരമായി എൻ്റെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്താണ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച്, വൈഫാണെങ്കിൽ വൈഫിനെ കുറിച്ച്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കുക. നിങ്ങളുടെ ജീവിതം അത്രയ്ക്കും സന്തോഷകരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, താങ്ക് യു എന്നൊക്കെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പം മനസ്സിലെപ്പോഴും സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം കാണുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ചൊല്ലി നല്ലൊരു ദിവസം വരും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ജീവിക്കുക. അല്ലാതെ നിങ്ങളുടെ നിലവിലെ കണ്ടീഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഫ്രീക്വൻസി ഡൗൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് സെയിം കണ്ടീഷൻ തന്നെ നാളെയും വരും ദിവസങ്ങളിൽ ആവർത്തിക്കപ്പെടും.
അപ്പോൾ നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആയിക്കൊണ്ടേയിരിക്കും. സന്തോഷകരമായൊരു കുടുംബജീവിതം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതിനായിട്ട് നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് മാറാനായിട്ട് അവിടെയാണ് ഈശ്വരാധീനം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഈശ്വര ചൈതന്യം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ആ എതിരെ നിൽക്കുന്ന ആളിൽ മാറ്റങ്ങളുണ്ടാകും, നിങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരാളിൽ മാത്രമല്ലല്ലോ മാറ്റങ്ങൾ, രണ്ട് കൂട്ടരിലും ഉണ്ടാകുന്നത്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് വരും. അത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. അത് നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ എത്തുന്ന സമയം, ഡിവൈൻ ടൈം, ഇങ്ങനെയൊക്കെ ഒന്നുണ്ട്. ക്ഷമയോടുകൂടി പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ആ ലൈഫ് പാർട്ട്ണർ, ഇപ്പം ഹസ്ബൻഡ് എന്തെങ്കിലും ആൽക്കഹോളിക് ആയിട്ടുള്ള ആളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ കഴിച്ചിട്ട് വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ വഴക്ക് പറയുന്നതും ഒക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കരുത്. അത് ആവർത്തിക്കപ്പെടും. അങ്ങനെ കഴിക്കാതെ ഇപ്പോൾ ഏത് സമയത്താണോ അദ്ദേഹം കൂടുതൽ കഴിക്കുന്നത് ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ, മക്കളുടെ കൂടെ, നിങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പറയും കുറേ കാലമായിട്ട് ഈ സമയമാകുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടേ വരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലങ്ങ് ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ജീവിതം നിങ്ങളങ്ങ് പ്രോഗ്രാമാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ആവർത്തിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. സന്തോഷത്തോടു കൂടി ആ നിമിഷം നിങ്ങളോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം എൻജോയ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അങ്ങനെയൊന്നും ഹസ്ബൻഡിൻ്റെ ആരോഗ്യപൂർണ്ണമായ ശീലങ്ങൾക്ക് നന്ദി. നിങ്ങളോട് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നന്ദി. അത് വൈഫാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈഫിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ചില ഭയങ്കരമായിട്ട് സംസാരിച്ച് ബഹളം വെക്കുന്ന വൈഫൊക്കെ ആണെങ്കിൽ, ഒരു ക്ഷമയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് നിങ്ങളുടെ വൈഫെങ്കിൽ, വളരെ സ്നേഹത്തോടു കൂടി, വളരെ ക്ഷമയോടുകൂടി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുകയും നിങ്ങളെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു വൈഫായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. ഇപ്പം എന്തും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നിരന്തരമായ പ്രാക്ടീസിലൂടെ കേട്ടോ. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വരുമെന്ന വിശ്വാസം നിങ്ങൾക്ക് വേണം. അതിനൊപ്പം നിങ്ങളും കൂടെ മാറിക്കൊടുക്കുക. നമുക്ക് ബോധപൂർവം മാറാനടുത്തുള്ള നമ്മളും മാറുക കേട്ടോ. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കാനായിട്ട്, അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ വളരെയധികം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എല്ലാം, നിങ്ങളെന്താണ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ യാത്രകൾ പോകുന്നതും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ വാങ്ങിത്തരുന്നതും, നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതും, അല്ലെങ്കിൽ ദൂരെ യാത്ര പോകുന്നതും, ഒരുമിച്ചിരിക്കുന്നത്, തമാശ പറയുന്നതും ഒക്കെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം കേട്ടോ. അല്ലാതെ വഴക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാറ്റി ചിന്തിക്കാൻ പഠിക്കുക കേട്ടോ. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്, സ്നേഹം കിട്ടാനായിട്ട്, നമ്മുടെ പാർട്ട്ണറിൽ നിന്നും ശുദ്ധമായ സ്നേഹം നമുക്ക് കിട്ടാനായിട്ട് റീച്ച് ചാം ഹോൾ, ഞാൻ എഴുതി കാണിക്കാം. റീച്ച് ചാം ഹോൾ കേട്ടോ. റീച്ച് ചാം ഹോൾ. ഇനി മറ്റൊരു സ്വിച്ച് വേർഡ് കൂടെ ഉണ്ട്. വീനസ് ബ്രിങ് പെർഫെക്റ്റ് ലവ് ചാം. വീനസ് ബ്രിങ് പെർഫെക്റ്റ് ലവ് ചാം. ഇനി മറ്റൊരു സ്വിച്ച് വേർഡ് കൂടെ ഉണ്ട്. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്, അതിനും വളരെ 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 പവർഫുള്ളാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സന്തോഷകരമായിട്ട്, സമാധാനത്തോടു കൂടി, വളരെ ആത്മബന്ധത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് വേണം പറയാൻ. മറ്റൊരു സ്വിച്ച് വേർഡാണ് ഷൈൻ ടുഗെദർ. ഷൈൻ ടുഗെദർ. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ, നിങ്ങളുടെ അയൽപക്കത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടായിട്ട്, എല്ലാ റിലേഷൻഷിപ്പും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പവർഫുൾ സ്വിച്ച് വേർഡാണ് ഷൈൻ ടുഗെദർ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവായിട്ട് എന്തെങ്കിലും
ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്യാൻസൽ പറയുക അല്ലെങ്കിൽ ഡിലീറ്റ് പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് നല്ലോണം നിങ്ങളിത് ആവർത്തിച്ച് പറയുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ എഴുതി എത്ര തവണ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താണ് 51 ടൈംസോ 108 ടൈംസോ എത്ര വേണമെങ്കിലും എഴുതാം. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എഴുതുന്നതിലല്ല, നിങ്ങൾക്ക് എത്രത്തോളം ഫീലിംഗ് ആ ഒരു പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം സന്തോഷത്തോടു കൂടി വിശ്വാസത്തോടു കൂടി എഴുതുന്നു എന്നതിലാണ് കേട്ടോ. അപ്പം അത്രയും തവണ എഴുതുക, പറയുകയും ചെയ്യുക കേട്ടോ. പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ആ സന്തോഷകരമായ ജീവിതം കണ്ണിൽ കണ്ടുകൊണ്ട് നിങ്ങളത് പറയുകയും കൂടി ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. ഇനി തേർഡ് പാർട്ടി റിമൂവൽ, അതും ഇതുപോലെ തന്നെയാണ്. നിങ്ങളെപ്പോഴും ഒരു തേർഡ് പാർട്ടി സ്വാധീനം നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സാഹചര്യം, ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ പോകില്ല. കാരണം അങ്ങോട്ട് പോയി അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കും തോറും ആ ഒരു ബന്ധം കൂടുതൽ ഉറയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടാത്ത ജീവിത സാഹചര്യത്തെയാണ് നിങ്ങൾ പുറകെ തേടി തേടി പോകുന്നത്. അതായത് തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ആ തേർഡ് പാർട്ടി എന്തൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, വിളിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, വരുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആദ്യം എന്താണ് കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഓക്കെ, അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതല്ല ആവശ്യം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അകലില്ലേ. അപ്പോൾ നിങ്ങളത് അറിയുന്ന നിമിഷം മുതൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ലൈഫ് പാർട്ട്ണർ, നിങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ കണ്ണുകളിൽ നിങ്ങൾക്ക് സ്നേഹം കാണണം, വാക്കുകളിൽ നിങ്ങൾക്ക് ആ സ്നേഹം കാണണം, സംരക്ഷണം, ഉത്തരവാദിത്വം, ഇതൊക്കെയുള്ളൊരു ലൈഫ് പാർട്ട്ണർ, ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ അത്രയും ശക്തമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ആഴത്തിൽ പോകുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, കുട്ടികളുമായിട്ട് സന്തോഷിക്കുന്നു, നിങ്ങൾ യാത്രകൾ പോകുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു, സമ്മാനം തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ ആ ലൈഫ് പാർട്ട്ണറിൻ്റെ മുഖം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണണം. ആ കണ്ണുകളിൽ സ്നേഹം, അല്ലെങ്കിൽ ആ നിങ്ങളോടുള്ള സ്നേഹം പറയുന്ന ആ വാക്കുകൾ, അതൊക്കെ നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം. അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ആകർഷിക്കുമ്പോൾ ആ തേർഡ് പാർട്ടി പോകാനുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളതിപ്പോൾ അതിൻ്റെ പുറകെ പോകും തോറും അത് നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ അതിൽ നിന്നും വിട്ടിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ഉറപ്പിച്ച് ആഴത്തിലാക്കുമ്പോൾ ഇതിൽ നിന്നും അകന്ന് ആ ഒരു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിച്ചേരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്നിനെയും പേടിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വിധിയുടെ വിധാതാവെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവിലേക്ക് പോകരുത്. നിങ്ങളുടെ ബന്ധം ഏറ്റവും ശക്തമാകുന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ ജീവിക്കുന്നു. വളരെ വളരെ സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതുക കേട്ടോ. ഇതിനകത്ത് തേർഡ് പാർട്ടി എന്നൊരു വാക്ക് പോലും നിങ്ങൾ വരരുത് സ്ക്രിപ്റ്റിങ്ങിനകത്ത് കേട്ടോ. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന, എന്നെ കെയർ ചെയ്യുന്ന, ഇത് ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു രീതിയിൽ വളരെ ആത്മാർത്ഥമായി നിങ്ങളെന്താണോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ അതെല്ലാം നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കുക. സ്ക്രിപ്റ്റിങ്ങിൽ അവിടെയായിട്ട് നിങ്ങൾ എന്താ എഴുതേണ്ടത്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ആ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്ക്രിപ്റ്റിംഗ് എഴുതി വയ്ക്കുക കേട്ടോ. നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫ് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് എമറാൾഡ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും എഴുതിയെടുത്തോളൂ. ഞാൻ എഴുതി കാണിക്കാം. എമറാൾഡ് അതിനുള്ള ഏഞ്ചൽ നമ്പർ 5364. ഇനി മറ്റൊരു ഹീലിംഗ് കോഡ് കൂടെ പറഞ്ഞു തരാം. 665.
621943. വളരെ 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 പവർഫുൾ ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് കോഡാണ് 66421943. ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരോ നമ്പറായിട്ട് തന്നെ പറയുക. 6642 അങ്ങനെ പറയണ്ട കേട്ടോ. 66421943 അങ്ങനെ തന്നെ പറയുക. അതെപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതുപോലെ എഴുതാൻ ശ്രമിക്കുക. എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മാറിയതിന് നന്ദിയെന്നോ എന്തെങ്കിലും നല്ലൊരു അഫർമേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ എഴുതിയിട്ട് ഈ സ്വിച്ച് ബോർഡ് താഴെ എഴുതുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകും. ഇനി നമ്മുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വരുമല്ലോ. അതായത് ചിലപ്പോൾ ഫ്രണ്ട്സ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിലുള്ളവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വൈഫ് എന്നോട് ഇങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ സ്നേഹമില്ല, ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വീടിനകത്തോ അല്ലെങ്കിൽ കൂട്ടുകാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വാധീനം മാറാനായിട്ട് ഉള്ളൊരു സ്വിച്ച് ബോർഡ് പറഞ്ഞുതരാം. സേജ് വോളപ്പ് ലിമിറ്റ് ബൈപ്പാസ് ഷട്ട് ബി. സേജ് വോളപ്പ് ലിമിറ്റ് ബൈപ്പാസ് ഷട്ട് ബി. ഓക്കെ, ഇത് നിങ്ങൾക്ക്, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ, നേരത്തെ പറഞ്ഞ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ലേഡിയുമായിട്ടൊരു റിലേഷൻ, അല്ലെങ്കിൽ വൈഫിന് വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത് കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനകത്തേക്ക് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള സ്വിച്ച് ബോർഡാണ് സേജ് വോളപ്പ് ലിമിറ്റ് ബൈപ്പാസ് ഷട്ട് ബി. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം ഈശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടാത്ത ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് ചിന്തിച്ച് വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്ന കാര്യം, വിഷ്വലൈസേഷൻ കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതമായിട്ട് മാറും. അങ്ങനെ തന്നെ ജീവിക്കുക. ചിന്തകൾ മാറുമ്പോൾ ജീവിതവും മനോഹരമായിട്ട് മാറും. എല്ലാവർക്കും നല്ലൊരു ജീവിതം, ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാക്ടീസുകൾ നല്ലോണം ചെയ്യുക കേട്ടോ.